കൊടുത്താൽ 1,00,000 കൂടെ പോരും. 1 രൂപ നോട്ട് കൊടുത്താൽ അപ്പനാ ലോട്ടറി ഇങ്ങോട്ട് തന്നെ തരാനല്ലേ പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞ അപ്പനാണെന്നോ ഞാൻ നോക്കൂലേ. അയ്യോ നീ എന്നെ നല്ല അടിക്കണേ, എന്നെ കൊല്ലലടാ, എന്നെ ഒന്നും ചെയ്യില്ലടാ. അപ്പന് ലോട്ടറി അടിച്ച ശരി തന്നെയാണ്. അതെ, എനിക്കും ഇവക്കും അവകാശപ്പെട്ടതാ. ഒരു ചില്ലി കാശ് ഞാൻ തരൂല. 25 കോടി രൂപ എനിക്ക് അടിച്ചില്ലതാ. അതിൽ ഒരു 25 ലക്ഷം രൂപ എനിക്ക് തന്നോടാ. 25 പൈസ പോലും തരൂല. എവിടെയെങ്കിലും പോയിക്കോ, എങ്ങോടെങ്കിലും പോ. എവിടെ നിജം വയ്ക്കോ. എടി റോസി, ഇന്ന് അവനെന്നെ ചവിട്ടി പുറത്താക്കി. ഒരു ദിവസം നിന്നെ അവൻ ചവിട്ടി പുറത്താക്കി. എന്നാ ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോ. അതേതായാലും നന്നായി, കൊള്ളാം. ഇപ്പൊ തന്നെ ഒരുമിച്ച് അങ്ങോട്ട് പോയിക്കോ. നമ്മുടെ മക്കൾ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് വിചാരിച്ചില്ലല്ലോ. നമ്മളിനി എന്ത് ചെയ്യൂടി, ഇങ്ങോട്ട് പോകും. തേടി ഒരു ലോട്ടറിക്കാരൻ വരുന്നുണ്ട്. ഹലോ കോടീശ്വര, ലക്കിമാൻ. ബംഗ്ലാവിലിരിക്കുന്ന ആളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്താ കളിയാക്കാണോ? ഒരു നമ്പറും കൊടുത്തോനെ എല്ലാം ബ്രാ. നോക്കട്ടെ. ആ, അല്ലെങ്കിൽ വേണ്ട. ആ, അല്ലെങ്കിൽ വാ, ഒരു ടിക്കറ്റ് തന്നേര്. എടി, 2 ടിക്കറ്റ് ഉണ്ട്, ഇതിനകത്ത് ഏതാ എടുക്കണ്ടേന്ന് പറ. ഈ ടിക്കറ്റ് ഇത് എടുക്കാല്ലേ? ഓ 10 കോടി. ദാ നമ്പർ എങ്ങനെയുണ്ട്, അടിക്കുവോ? നമ്പർ ഒന്നും കുഴപ്പമില്ല, നമുക്ക് വല്ല അടിച്ചാ മതിയായിരുന്നു അല്ലേ. അയ്യോ, എന്നെ ചവിട്ടല്ലടാ, എന്നെ കൊല്ലല്ലടാ. എൻ്റെ 25 കോടി, അയ്യോ എൻ്റെ എല്ലാം പോയേ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഉറക്കൂലേ? എനിക്ക് ഉറക്കൂലേ? എടി റോസി, നമുക്ക് ലോട്ടറി അടിച്ചടി. ശരിയാണ്, ഉറക്കത്തിലല്ലേ ലോട്ടറി അടിക്കും. അല്ലടി, സത്യടി, നമുക്ക് ലോട്ടറി അടിച്ചടി. നമ്മുടെ പിള്ളേരൊക്കെ വലുതായപ്പോ ആ കാശ് പിള്ളേരെടുത്തിട്ട് നമ്മളെ ചവിട്ടി പുറത്താക്കിയടി. അച്ചായ, ഇപ്പൊ സമാധാനം തീർന്നു പറഞ്ഞു. ലോട്ടറി അടിക്കുമ്പോ അടിക്കട്ടെ, ബാക്കി നമുക്ക് നാളെ പറയാം. എന്റെ കർത്താവേ, ഈശോയെ കാത്തോളൂ. എന്നെ വെച്ചോണ്ട് സൈക്കിൾ ഔട്ടാനേ എൻ്റെ അമ്മച്ചി. ബുദ്ധിമുട്ടാ. പിന്നെ ഈ വെയിലും. എത്ര നാളായിട്ട് ഞാൻ പറയുന്നു ഒരു 2 വീലർ വാങ്ങിക്കാനായിട്ട്. അപ്പൊ ഈ സൈക്കിൾ അവിടെ ഉണ്ടല്ലോ. പിന്നെ അരി വാങ്ങിക്കാണ്ട് കാശ് വെച്ചിട്ടാണ് ലോട്ടറി വാങ്ങാൻ പോണത്. എന്റെ കർത്താവ്, ഈ മനുഷ്യൻ എന്നെ പിള്ളേരെ വഴിയാധാരാക്കുമല്ലോ. അതിന്റെ ഒടുക്കത്തെ ലോട്ടറി എടുപ്പ്. ഇതൊന്നാം സമ്മാനമായിരിക്കും ചേട്ടാ.
ഈ ലോട്ടറി നമുക്ക് അടിക്കൂടി, നമ്മുടെ ജീവിതം തന്നെ മാറി പറയും. നിങ്ങൾ വീട്ടിലേക്ക് വന്നേക്ക്, ബാക്കി ഞാൻ അവിടെ വന്നിട്ട് പറയാം. ശരി ചേട്ടാ, ഇത് ബാക്കി പിടിച്ചു. എന്താ എന്താ ചേട്ടാ, ടിക്കറ്റ് എടുക്കുന്നില്ലേ? ഈ ടിക്കറ്റ് എടുത്തോ, നല്ല നമ്പരാ. ഇന്ന് ചേട്ടന് 1ാം സമ്മാനം ഉറപ്പ്. അജിതേ, നിന്നെ കുറെ നാളായില്ലേ കാണാൻ തുടങ്ങിയിട്ട്, ആ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയിട്ട്. ഓ ഒരു 100 രൂപയല്ലേ എനിക്ക് ആകെ അടിച്ചത്. ചേട്ടന് ഭാഗ്യലത്തിന് ഞാനെന്ത് ചെയ്യാനാ? അതേടി, എനിക്ക് ഭാഗ്യമില്ലാഞ്ഞിട്ടാ, അല്ലാതെ ഗവൺമെന്റ് സമ്മാനമൊന്നും കുറച്ചിട്ടല്ലല്ലോ. കോടിക്കണക്കിന് ടിക്കറ്റ് അല്ലേ അടിച്ചിറക്കുന്നത്. അതിനകത്തുനിന്ന് വേണ്ട എന്റെ നമ്പർ അടിക്കാൻ. അതിനിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ ചേട്ടാ? അതെ, ഞാനാ തെറ്റുകാരൻ. 1ാം സമ്മാനവും ബമ്പറും എല്ലാം അടിച്ചിട്ടേ കോടികളാണ് കൊടുക്കാത്തത്. അതെല്ലാം സർക്കാരല്ലേ പോകുന്നത്. സ്റ്റീഫൻ ചേട്ടാ, നമ്മുടെ ഗവൺമെന്റ് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ഈ ഭാഗ്യക്കുറി ഒരു ഭാഗമാ. ഉവ്വേ, അത് മാത്രമല്ല, ഇവിടുത്തെ ബിവറേസും അതിന്റെ ഒരു ഭാഗാ. ഇതടിക്കും ചേട്ടാ. ഇത് തന്നെ അല്ലേ അജിതേ എപ്പോഴും പറയുന്നത്? അല്ല ചേട്ടാ, ഇത് അടിക്കും, കൊണ്ടുപോയി. ഓ, ഇവിടെ വന്ന് ഇരിപ്പുണ്ടോ? തൂത്തുവാരി എടുക്കടി. അപ്പനിന്ന് റേഷൻ വാങ്ങിക്കാൻ കൊടുത്ത കാശ് വെച്ചിട്ടാ ലോട്ടറി വാങ്ങിച്ചത്. അപ്പനും മോളും കൂടി ഇന്ന് ലോട്ടറി പുഴുങ്ങി തിന്നാ മതി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യും. അരി പുഴുങ്ങിയാലും ശരി, ലോട്ടറി പുഴുങ്ങിയാലും ശരി, എനിക്കിന്ന് ചോറ് മതി. എടി സ്റ്റെല്ലേ, നിനക്ക് ഞാൻ ഇന്ന് ചോറ് പുഴുങ്ങി തരോടി. എനിക്കിന്ന് കഞ്ഞിയായാലും മതി. നിനക്കും തരാൻ കഞ്ഞി. എന്റെ കർത്താവേ, ഇത് എന്റെ തലയിൽ ഇടുത്തി വീഴണേ. ഓ, ഇനി നമുക്ക് എന്താണാവാ വേണ്ടത്? ബിരിയാണി ഉണ്ടാക്കി തരട്ടെ? ഓ, അടിച്ചുകൂട്ടിയ ലോട്ടറി മതി എനിക്കൊരു സ്വർണ്ണമുദ്രം വാങ്ങാനായിട്ട്. മോളെ സ്റ്റെല്ലേ, അപ്പനൊരു ലോട്ടറി അടിക്കട്ടെ, അപ്പ കാണാൻ പൂരം കേട്ടോ. അപ്പനൊരു ലോട്ടറി അടിച്ചിട്ട് വേണം എനിക്കൊന്ന് വിലസാൻ. ഒരു ബുള്ളറ്റ് കൂടി വാങ്ങണം. ഡൺ. അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ പൊന്നു കർത്താവേ, നാളത്തെ ലോട്ടറി എനിക്ക് അടിക്കണമേ. 70 ലക്ഷമാണേ. നാളത്തെ ലോട്ടറി എനിക്ക് അടിച്ചാൽ ഞാൻ 1000 മെഴുകുതിരി കത്തിച്ചേക്കാമേ. ആമേൻ. പിന്നെ നിങ്ങൾ എടുക്കുന്ന ലോട്ടറി അടിപ്പിക്കലല്ലേ കർത്താവിന്റെ പണി? കർത്താവ് തരും. ഒരു ദിവസം ഞാനും ലക്ഷാധിപതിയാവും. അന്നും നീ ഇത് തന്നെ പറയണം കേട്ടാ. അപ്പോ കർത്താവ് കഴിഞ്ഞ് ലോട്ടറി അടിച്ച എന്റെ കാര്യം മറക്കല്ലേ. എനിക്കൊരു സൈക്കിൾ വാങ്ങി തരണേ. അപ്പന് ലോട്ടറി അടിച്ചതും തന്നെ നീ സൈക്കിള് ചവിട്ടിയതും തന്നെ. ഓ സ്റ്റെല്ല മോളെ, മോക്ക് എന്താ വേണ്ടത്? എന്റെ പൊന്നപ്പാ, എന്റെ ഫീസ് കൃത്യമായിട്ട് അടച്ചാ മതി. വേറെ ഒന്നും വേണ്ട എനിക്ക്. 3 മാസം ഫീസ് അടയ്ക്കാനുള്ളത്. നാണക്കേടാ. മോളുടെ 3 മാസത്തെ ഫീസും അടയ്ക്കാം, മോന് സൈക്കിളും മേടിച്ചു തരാം. പോരെ? മതി. ആ, എന്നെ കാത്തോളണം എന്റെ കർത്താവേ. ഈ ലോട്ടറി എനിക്ക് തന്നെ അടിക്കണേ.